വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാഞ്ഞാലി ബിരിയാണീൻ്റെ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു 1/2 കിലോ ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഈ ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഞാനിത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ വെന്ത ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ പീസ് അതിൽ തന്നെ വെക്കുക. എന്നിട്ട് കുറച്ചും കൂടിയും വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 2 ഭാഗവും ഒന്ന് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് 2 ഭാഗവും നമുക്ക് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തിട്ട് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്തതിന് ശേഷം ഒരു 2 വലിയ സൈസുള്ള സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് നമുക്ക് സവാള വാടിക്കിട്ടും. സവാള നല്ലപോലെ തന്നെ വെന്തോടണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകുമാണ്. പച്ചമുളക് ഇതിൽ സാധാരണ ചേർക്കാറില്ല, പക്ഷെ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു വലിയ പഴുത്ത തക്കാളിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാലയാണ് കേട്ടോ ഇതിൽ തയ്യാറാക്കുന്നത്. പൊടീൻ്റെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ വെന്ത വെള്ളം ഉണ്ടല്ലോ അതും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഗ്രേവി നല്ലപോലെ വെന്ത് ഉടയുന്ന പരുവത്തിലായിരിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങേൻ്റെ നീരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട്. പുതിന ഇതിൽ സാധാരണ ചേർക്കാറില്ല. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കാം. ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് ഒരു സവാള ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് അടുപ്പത്ത് നിന്ന് വാങ്ങിയിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കണം. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഹോൾ സ്പൈസസ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച അരിയും കൂടിയും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അരി 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ വറുത്തെടുക്കുക. അതിനുശേഷം തിളപ്പിച്ച വെള്ളം ചേർക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 2 കപ്പ് തിളച്ച വെള്ളം ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഈ ഒരു വെള്ളം തിളക്കുന്ന സമയത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഉപ്പും കൂടിയും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. സാധാരണ ജീരകശാല അരിയാട്ടെ ഇതിന് ഉപയോഗിക്കാറ്. ഒരു 1/2 മണിക്കൂർ കുതിർത്തിട്ട് കഴുകിയിട്ട് ഊറ്റി വെച്ചതാണ്. ഇനി അത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പാത്രത്തിലേക്ക് ആദ്യം മസാല ഒന്ന് സെറ്റ് ചെയ്യുക. അതിൻ്റെ മേലെ റൈസ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്രിസ്പി ആക്കി വെച്ച നമ്മളെ ആ ഒരു ഉള്ളി ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ചേർത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം.